തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ച് അന്വേഷിക്കാൻ NIA. ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കളാണ് എന്നാണ് സവാദിന്റെ മൊഴി. ഇവർക്ക് കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നാണ് NIA അന്വേഷിക്കുക. ഡിണ്ടിഗൽ, ചെന്നൈ, കണ്ണൂർ എന്നിവിടങ്ങളിൽ 14 വർഷമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസ്, അതിലെ പ്രതിയായിരുന്ന സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചാണല്ലോ ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. എന്താണ് ഈ അന്വേഷണത്തിന്റെ ഒരു സാങ്കത്യം? ഇതിലെ ഈ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ NIAയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണല്ലോ. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് NIAയുടെ പരിശോധനകൾ നടക്കുന്നത്, വിഷ്ണു? കഴിഞ്ഞ വർഷം 10/1/2024 സവാദ് പിടിയിലാകുന്നത്. 14 വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ നിന്ന് സവാദിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്യുന്നത്. വിശദമായ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്തിയിരുന്നു. സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെയാണ്, എവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞു എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെന്നൈയിലും അതോടൊപ്പം തന്നെ കണ്ണൂരും കേന്ദ്രീകരിച്ചാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സവാദിന് ഒളിവിൽ കഴിയാൻ വേണ്ടിയുള്ള സഹായം നൽകിയിരുന്നത് PFI നേതാക്കൾ തന്നെയെന്ന സവാദ് NIAക്ക് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് NIA ഇപ്പോൾ ഈ കേസിൽ ഒരു തുടരന്വേഷണത്തിൽ, ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി തേടിയാണ് NIA കോടതിയിൽ ഈ കേസ് അന്വേഷിക്കുന്ന ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു അപേക്ഷ സമർപ്പിച്ചത്. ആ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ട് NIA കോടതി. അതിൽ പറയുന്നത് ഈ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്ക് ഇതിൽ കോൺസ്പിറസി, അതായത് ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് അത് അന്വേഷിക്കണം എന്നുള്ളതാണ് NIAയുടെ ആവശ്യം. അതിപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 20-ാം തീയതിയാണ് കോടതി അത്തരത്തിൽ NIAയുടെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. NIA അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഈ കേസിൽ ഇതുവരെ 55 പ്രതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 24 പേർ 2 ഘട്ടങ്ങളിലായാണ് ശിക്ഷ വിധിച്ചത്. അതിൽ ആദ്യഘട്ടത്തിൽ 18 പേരും 2-ാം ഘട്ടത്തിൽ 5 പേരെയും ശിക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടമുണ്ട്. ഇപ്പോൾ ഈ സവാദ് അടക്കമുള്ള ആളുകളുടെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതിന് മുന്നോടിയായി കൂടിയാണ് NIA ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ കേസിൽ കുറച്ചുകൂടി വൈഡർ സെൻസിലുള്ള ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നാണ് NIAയുടെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ കേസിൽ കൂടുതൽ പ്രതികളും കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. PFI ഇപ്പോൾ നിരോധിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ തന്നെ ഈ നേതാക്കൾക്ക് മറ്റ് സംരക്ഷണം കിട്ടാനുള്ള ഒരു സാധ്യതയും കുറവാണെന്ന് NIA അനുമാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. പ്രതിപട്ടിക ഇനിയും നീളും. 3-ാം ഘട്ടം ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത ഏതെല്ലാം മേഖല കേന്ദ്രീകരിച്ച് NIA കേസ് അന്വേഷിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ പിടിയിലായ ആളുകൾക്ക് മാത്രമല്ല, സവാദിനെ 14 വർഷം ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്കും ഈ കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ്. കൈവെട്ട് കേസിലെ ഗൂഢാലോചനയിലേക്ക് ഉള്ള അതിന്റെ ഭാഗമായി നിൽക്കുന്ന കണ്ണികൾ ഇനിയുമുണ്ട്. അവരിലേക്കുള്ള അന്വേഷണമാണ് NIA ഇപ്പോൾ നടത്തുന്നത്, അല്ലേ? അങ്ങനെയാണ്. അതായത് ഈ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കളാണ്. ആ PFI നേതാക്കൾക്ക് ഈ സംഭവമായി ജോസഫ് മാഷിനെ കൈവെട്ടിയ സംഭവത്തിന്റെ കോൺസ്പിറസി, അതിന്റെ ഗൂഢാലോചനയിൽ അവർക്ക് ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ NIA പരിശോധിച്ചു വരുന്നത്. പ്രാഥമികമായി അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലായിരിക്കും സ്വാഭാവികമായ ഒരു അപേക്ഷ NIA കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി വരിക സവാദിൽ നിന്ന് ലഭിച്ച മൊഴിയും വിവരങ്ങളുമാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു അന്വേഷണത്തിലേക്ക് NIA കടക്കുന്നത്. അതായത് ഗൂഢാലോചനയിൽ നിലവിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്. ഒരു പക്ഷേ അത് PFIയുടെ ടോപ്പ് പ്ലെയർ ലീഡേഴ്സ് ആയിരിക്കാനുള്ള സാധ്യതയാണ് NIA പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ NIAയുടെ ഒരു വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ആവശ്യകത NIA മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയും ഉണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.